ഗുജറാത്തിലെ ഗോദ്രയിൽ ട്രെയിൻ കത്തിച്ചതുമായി ബന്ധപ്പെട്ട സംഭവം നമുക്കറിയാം. ഇന്ന് പ്രധാനമന്ത്രിയായിരിക്കുന്ന നരേന്ദ്രമോദിക്കെതിരെ കോൺഗ്രസ് എക്കാലത്തും ആരോപിച്ചിട്ടുള്ള ഗുരുതരമായ ആരോപണമാണ് ഗുജറാത്ത് കലാപവുമായി ബന്ധപ്പെട്ട് നരേന്ദ്രമോദി എന്തുകൊണ്ട് പല കാര്യങ്ങളിലും മൗനം പാലിച്ചു എന്നുള്ളത്. അന്ന് നരേന്ദ്രമോദി മുഖ്യമന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ അദ്ദേഹം നടത്തിയ ഇടപെടലുകളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇന്നും അതിനൊരു വ്യക്തത വന്നിട്ടില്ല. എപ്പോഴും സംഘപരിവാറിന് അസ്വസ്ഥത ഉണ്ടാക്കുന്ന ഒരു വിഷയമാണത്. എമ്പുരാൻ എന്ന ചിത്രം ഇറങ്ങുമ്പോൾ വളരെ ഹൈപ്പോടുകൂടി മോഹൻലാൽ ആരാധകർ, പ്രത്യേകിച്ചും അവരിൽ പലരും സംഘപരിവാർ സംഘടനയുമായി അടുത്ത് നിൽക്കുന്നവർ എന്ന് പലപ്പോഴായി പല സോഷ്യൽ മീഡിയകളിൽ തെളിയിച്ചിട്ടുള്ള സംഘപരിവാർ സംഘടനകളിൽപ്പെട്ടവർ പോലും ആ സിനിമ ഒന്നടങ്കം ബഹിഷ്കരിക്കുന്ന ഒരു കാഴ്ച. എന്താണ് ഇവിടെ സംഭവിച്ചത് എന്നെല്ലാവരും ചോദിക്കുകയാണ്. വാസ്തവത്തിൽ മട്ടാഞ്ചേരി ഗ്യാങ്ങിൻ്റെ കാവലാളാണ് പൃഥ്വിരാജ് എന്നുള്ള രീതിയിലൊക്കെ ലഘുലേഖകൾ സംഘപരിവാർ സംഘടനകൾ ഇപ്പോൾ വിതരണം ചെയ്യുകയാണോ എന്നാണ് ചോദിക്കുന്നത്. ഏതായാലും കോൺഗ്രസിൻ്റെ നേതാവായിട്ടുള്ള VT ബൽറാം പറഞ്ഞിരിക്കുന്നത്, എമ്പുരാൻ കണ്ടിറങ്ങിയ ചിലർക്ക് വലിയ അസ്വസ്ഥതയാണ് തോന്നുന്നത്, പലരെയും കാണരുത് എന്ന് അവർ പറയുന്നു. BJPയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റായ രഘുനാഥ് പറഞ്ഞിരിക്കുന്നത്, ഇത് എല്ലാ രീതിയിലും പോപ്പുലർ ഫ്രണ്ടിനെയും ISIയെയും പോലുള്ള സംഘടനകളെ വെള്ളപൂശാൻ വേണ്ടി പൃഥ്വിരാജ് എടുത്തിരിക്കുന്ന സിനിമയാണെന്നും ആന്റണി പെരുമ്പാവൂരിൻ്റെ പണം സ്രോതസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അന്വേഷിക്കേണ്ട ചുമതലയുണ്ടെന്നും ഈ രാജ്യത്ത് ഏതൊക്കെ രീതിയിലാണ് ഇവർക്ക് പണം കിട്ടുന്നത് എന്നുള്ളത് അന്വേഷിക്കണം എന്ന രീതിയിലൊക്കെയാണ് വരുന്നത്. നിരവധിയായിട്ടുള്ള സോഷ്യൽ മീഡിയ സൈറ്റുകളിൽ പ്രത്യേകിച്ച് സംഘപരിവാർ സംഘടനകൾ ഇത് ഈ രാജ്യത്തിന് വിരുദ്ധമായ രീതിയിൽ എടുത്തിരിക്കുന്ന ചിത്രം എന്നൊക്കെ പറഞ്ഞ് പ്രചരിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. നമുക്കറിയാം, ലൂസിഫറിൻ്റെ സെക്കൻഡ് പാർട്ട്, അതായത് സീക്വലായിട്ടാണ് ഈ സിനിമ ഇറങ്ങിയത്. വളരെയേറെ പ്രതീക്ഷയോടെ ഒരു പാൻ ഇന്ത്യൻ ഫിലിം എന്ന രീതിയിൽ ഒരു ഗ്ലോബൽ അക്ലമേഷൻ കിട്ടും എന്ന രീതിയിലാണ് പൃഥ്വിരാജ് ഈ സിനിമ സംവിധാനം ചെയ്ത രണ്ടാം ഭാഗം ഇറക്കുന്നത്. ഇതിനെ ലൈക്ക പ്രൊഡക്ഷൻസ് ആദ്യം തന്നെ തള്ളിക്കളയുകയും അവർ ഏകപക്ഷീയമായി പിൻവാങ്ങുകയും ചെയ്തപ്പോൾ തന്നെ അപായം പലരും മണത്തതാണ്. പിന്നീട് ഗോകുലം ഗോപാലൻ വിതരണവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഒക്കെ വലിയ സഹായങ്ങൾ മോഹൻലാലിന് നൽകുകയും മാത്രമല്ല പ്രൊമോഷൻസ് പരിപാടികളിലൊക്കെ ഗോകുലം ഗോപാലൻ നിറഞ്ഞ സാന്നിധ്യമാവുകയും ചെയ്തു. എന്നാൽ സിനിമ കണ്ട പ്രേക്ഷകരിൽ പലരും അതൃപ്തിയോടെ പറയുന്ന ഒരു കാര്യം, സിനിമയിൽ തിരക്കഥയ്ക്ക് ബലമില്ല എന്ന രീതിയിലാണ്. ഏതായാലും കോൺഗ്രസിൻ്റെ ഒരു തിരിച്ചുവരവ്, അതും ശക്തമായ തിരിച്ചുവരവാണ് ഇതിലെ പ്രമേയം എന്നുള്ളത് വളരെ വ്യക്തം. അബ്രഹാം ഖുറേഷി എന്ന കഥാപാത്രം, അതായത് സ്റ്റീഫൻ നെടുമ്പള്ളി ഓൾസോ നോൺ ആസ് അബ്രഹാം ഖുറേഷി എന്ന രീതിയിലാണ് ഈ രണ്ടാം ഭാഗം ഇറക്കിയിരിക്കുന്ന. മുരളി ഗോപിയാണ് സിനിമയുടെ കഥയും തിരക്കഥയും സംഭാഷണവും നിർവഹിച്ചിട്ടുള്ളത്. ഏതായാലും ഗോന്ദ്രയിലെ വിഷയവും അതുപോലെ തന്നെ ബജ്രംഗ് ദളിൻ്റെ വിഷയവുമൊക്കെ കൃത്യമായി സ്ഫുരിക്കുമ്പോൾ സംഘപരിവാർ ഹാലിളകി നടക്കുകയാണ്.